ഗൈസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് vs ജംഷഡ്പൂർ FC മത്സരത്തിന് ഒരു മാച്ച് റിവ്യൂ ആണ്. സോ KBFCക്ക് ഒരു നല്ല തുടക്കം സൂപ്പർ കപ്പിൽ കിട്ടി എന്നുള്ളതാണ്. അഗെയിൻസ്റ്റ് ഷില്ലോങ് നമ്മൾ 3-1 വിജയിച്ചിരുന്നു. നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് നിർണ്ണയിച്ചിട്ടുള്ള സമയത്ത് പറഞ്ഞിരുന്നു KBFCക്ക് അങ്ങനെ വലിയൊരു പ്രശ്നമുള്ള ഗ്രൂപ്പ് അല്ല, ഷില്ലോങ് ആണെങ്കിലും ജംഷഡ്പൂർ ആണെങ്കിലും നോർത്ത് ഈസ്റ്റ് ആണെങ്കിലും മാനേജ് ചെയ്യാവുന്നതാണ് എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ എനിക്കൊരു കാര്യം കൂടി ഒന്ന് ആഡ് ചെയ്യണമെന്ന് തോന്നി. അതായത് ജംഷഡ്പൂർ FCക്ക് എതിരെയുള്ളൊരു മത്സരത്തിന് മുന്നോടിയായിട്ട് ജംഷഡ്പൂർ FC കഴിഞ്ഞൊരു മത്സരത്തിൽ നോർത്ത് ഈസ്റ്റിനെതിരെ വിജയിച്ചിരുന്നു. 2-1 എന്ന് പറയുന്നൊരു സ്കോറിലാണ് വിജയിച്ചിട്ടുള്ളത്. ജംഷഡ്പൂർ FCയുടെ ISLലെ ഈ ഒരു സീസൺ നോക്കിക്കഴിഞ്ഞാൽ ആകെ 2 മത്സരമാണ് വിജയിച്ചിട്ടുള്ളത്. രണ്ടും ഹൈദരാബാദ് FCക്കെതിരെയാണ്. അതിലൊരു നല്ല വിജയവും ഉണ്ട് എന്നുള്ളതാണ്. കൂടുതൽ ഒരു ഹ്യൂമിലേഷൻ ഹൈദരാബാദിനെതിരെ നടത്തിയ ഒരു വിജയമൊക്കെ സ്വന്തമാക്കി എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവരുടെ കോച്ചിനെ അവർ സാക്ക് ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് പോയി, അല്ലെങ്കിൽ കോച്ചുമായിട്ട് വേർപിരിഞ്ഞു എന്നുള്ളത് പറയാം. രണ്ട് രീതിയിൽ പറഞ്ഞാലും ഒന്ന് തന്നെയാണ് അർത്ഥം. കാരണം അങ്ങനെയാണ് സാധാരണഗതിയിൽ പുറത്താക്കി എന്നുള്ളത് ഒരു ടീമും അങ്ങനെ പറയില്ല, വേർപിരിഞ്ഞു എന്നുള്ളത്. ഓക്കെ, പോയിന്റിലേക്ക് വരുന്നൊരു സമയത്ത് ഇപ്പോൾ അവരുടെ പരിശീലകനായിട്ടുള്ളത് ഖാലിദ് ജമീലാണ്. ഖാലിദ് ജമീൽ എന്ന് പറയുന്ന ഒരു പരിശീലകൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ പറ്റി ഒരുപക്ഷെ മിക്കവർക്കും അറിയാമായിരിക്കും. എങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ മത്സരം തന്നെ എടുക്കാം. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആ ഒരു മത്സരത്തിൽ കളിയുടെ കൂടുതൽ സമയവും ഒരു 1-0 എന്ന നിലയിൽ മുന്നിൽ നിൽക്കുകയാണ്. അതിനുശേഷമാണ് ജംഷഡ്പൂർ FC തിരിച്ചെത്തുന്നത്. മത്സരം അവസാനിക്കേണ്ട ഒരു സമയത്തിലേക്കൊക്കെ എത്തിയ സമയത്ത് രണ്ടാമത്തെ ഗോൾ അടിച്ച് ആ ഒരു മത്സരം ജംഷഡ്പൂർ FC വിജയിച്ചതാണ്. ഇത് ഖാലിദ് ജമീൽ സ്ഥിരമായിട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഖാലിദ് ജമീൽ എന്ന് പറയുന്നൊരു പരിശീലകനെ ഉറപ്പായിട്ടും ഭയപ്പെടേണ്ടതുണ്ട്. ഒരു മത്സരത്തിൽ മാത്രമല്ല, ഒരു സീസണിൽ തന്നെ ഒരു ക്ലബിനെ തിരിച്ചു കൊണ്ടുവരാനൊക്കെയുള്ളൊരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ISLൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒരു തകർന്ന സിറ്റുവേഷനിൽ നിന്ന് അദ്ദേഹത്തെ കൊണ്ടുവരുന്നു. പിന്നീട് ഒരു അൺബീറ്റൺ റണ്ണൊക്കെ നടത്തി ഒരു പ്ലേ ഓഫ് വരെ എത്തുന്നൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളൊരു പരിശീലകനാണ് ഖാലിദ് ജമീൽ എന്ന് പറയുന്നത്. അപ്പം എന്താണെങ്കിലും ഇവാൻ vs ഖാലിദ് ജമീൽ എന്ന് പറയുന്ന ഒരു യുദ്ധം കൂടിയായിരിക്കും ഈ ഒരു മത്സരത്തിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളതാണ്. അതായത് KBFC സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ജംഷഡ്പൂർ FCയെ സംബന്ധിച്ചിടത്തോളം മസ്റ്റ് വിൻ മാച്ചസ് ആണ്. കാരണം ഒരു ടീമിന് മാത്രമേ മുന്നോട്ട് അല്ലെങ്കിൽ സെമിയിലോട്ട് കടക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓരോ മത്സരവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് പ്ലേസിനൊന്നും യാതൊരു വിധത്തിലൊരു പ്രസക്തിയും ഇല്ല എന്നുള്ളതാണ്. അതിൽ നമുക്കിനി ഇരു ടീമുകളുടെയും ഒരു എക്സ്പെക്റ്റഡ് 11 ഒന്ന് പരിശോധിക്കുന്ന സമയത്ത് ജംഷഡ്പൂർ FC കഴിഞ്ഞൊരു മത്സരത്തിൽ ഇപ്പം 2 വിദേശികളെയൊക്കെ ബെഞ്ച് ചെയ്തിട്ടാണ് ആ ഒരു 11 ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ അവർ ആ ഒരു ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യുമെന്നുള്ളതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു 4-2-3-1 ഫോർമേഷനിൽ ഗോൾ കീപ്പറായിട്ട് TP രഹനേഷ്, റൈറ്റ് ബാക്കായിട്ട് ലാൽജിൻ ബുയ, ലെഫ്റ്റ് ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഉവൈസ് മലയാളി താരം, സെൻട്രൽ ബാക്കിൽ പ്രതീക് ചൗധരി ആൻഡ് എൽസിനോ എന്നിവർ. ഇനി മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോളിൽ ജിതേന്ദർ സിംഗ് ആൻഡ് മറ്റൊരു ഹോൾഡിംഗ് മിഡ്ഫീൽഡറായിട്ട് റൈ തെച്ചിക്കാവ എന്ന ജപ്പാനീസ് താരം, അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് ജെറമി മൻസോറോ. ആൻഡ് ഇനി മുന്നേറ്റത്തിലെ 3 താരങ്ങൾ എന്ന നിലയിൽ ഉപയോഗിക്കുന്നുണ്ടാകുക 3 വിദേശികൾ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. സ്റ്റീവ് അംബ്രി, സ്റ്റെവാനോവിച്ച് ആൻഡ് ഡാനിയൽ ചീമ എന്നിവരെ ഉപയോഗിച്ച് അറ്റാക്കിംഗ് കൂടുതൽ ശക്തമാക്കും എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. KBFC സംബന്ധിച്ചിടത്തോളം KBFCയുടെ ഒരു 11 ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞൊരു മത്സരത്തിനേക്കാൾ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ആ ഒരു ഫുൾ പൊട്ടൻഷ്യൽ തന്നെ യൂസ് ചെയ്യും എന്നുള്ളതാണ്. ജംഷഡ്പൂർ FC ഈ ഒരു ഈസി ഒപ്പോണൻ്റായിട്ട് കണക്കാക്കാൻ സാധ്യതയില്ല എന്താണെങ്കിലും, പ്രത്യേകിച്ച് ഈ ഒരു അവർ വിജയിച്ച വരുന്നൊരു മത്സരം കൂടി ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഗോൾ കീപ്പറായിട്ട് തീർച്ചയായിട്ടും സച്ചിൻ സുരേഷ്, ഡിഫൻസിൽ ലെസ്കോയ മിലോസിനെ ഈ ഒരു മത്സരത്തിൽ ഒന്നിച്ച് യൂസ് ചെയ്യുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. റൈറ്റ് ബാക്കായിട്ട് പ്രബീർ, ലെഫ്റ്റ് ബാക്കിലായിട്ട് നവോച്ച സിംഗ് ആൻഡ് സെൻട്രൽ മിഡ്ഫീൽഡ് അല്ലെങ്കിൽ 2 ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സ് എന്ന നിലയിലേക്ക് വരുന്ന സമയത്ത് അസറും ഡാനിഷും, ലെഫ്റ്റിൽ എയ്മാൻ, റൈറ്റിലേക്ക് വരുന്ന സമയത്ത് സക്കായ് ആൻഡ് മുന്നേറ്റത്തിൽ 2 താരങ്ങൾ എന്ന നിലയിൽ പെപ്രയും ഡയമണ്ടക്കോസും തന്നെയാകും കളിക്കുക എന്നുള്ളതാണ്. എനിവേ ഒരു ഗുഡ് റിസൾട്ട് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു മത്സരത്തിലെ റിസൾട്ട് വളരെ അനിവാര്യമാണ്. ഒരു തോൽവി വല്ലതുമാണ് നേരിടുന്നതെങ്കിൽ, കാരണം ജംഷഡ്പൂർ ഇനി അടുത്ത് കളിക്കേണ്ടത് ഷില്ലോങ് ആണ്. അപ്പോൾ അവർക്ക് വിജയസാധ്യത ഉറപ്പായിട്ടും കൂടിയ മത്സരമാണ്. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ഒരു കാരണവശാലും പരാജയപ്പെടരുത് എന്നുള്ളതാണ് KBFC സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സോ ദാറ്റ്സ് ഇറ്റ് കേസ്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായും കമൻസ് ചെയ്യാൻ പറ്റുക. എനിക്ക് ഞാനൊന്ന് സനി